ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ലൊരു സൂപ്പർ തനി നാടൻ രസം ഉണ്ടാക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തക്കാളി രസമാണ്. അതും നല്ല തമിഴ്നാട്ട് സ്റ്റൈലിലുള്ള കിടുക്കാച്ചി തക്കാളി രസം. കല്യാണ വീടുകളിലൊക്കെ ഇവർ വിളമ്പുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 നല്ല ബൊമ്മൻ തക്കാളിയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നാടൻ തക്കാളിയാണ് വേണ്ടത്. എന്ത് ചെയ്യാനാണ്, എനിക്കിവിടെ കിട്ടിയത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കുവാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എഴുതി നമുക്കിതങ്ങ് തയ്യാറാക്കാം. പിന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് പറയാമല്ലോ. അതിനല്ലേ ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എടുക്കേണ്ടത് നാടൻ തക്കാളിയാണ്. നാടൻ തക്കാളി ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഈ ബൊമ്മച്ചൻ തക്കാളിയോ കിട്ടുന്ന തക്കാളി കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത്രയും മല്ലിയില ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞു കൊടുത്ത് ചേർക്കാം. ഇനി വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഞാനിവിടെ കൈകൊണ്ട് ഞെരടി ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കൈകൊണ്ട് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ തക്കാളി മാത്രം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഒന്നുകൂടെ സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം. നമ്മൾ വീട്ടിലൊക്കെ കൈ കൊണ്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ എനിക്കായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് കൈ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാനിവിടെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. ഇത്രയൊക്കെ ഉടഞ്ഞാൽ മതി, ഒരുപാടൊന്നും ഉടയണ്ട. നാടൻ തക്കാളി ആകുമ്പം നമുക്കുണ്ടല്ലോ ഇത്രയും പാടുപെടണ്ട. നൈസ് തൊലിയായതുകൊണ്ട് പാത്രത്തിലിട്ട് നമ്മളിങ്ങനെ ഉടയ്ക്കുമ്പോഴേ ടപ്പോ പടുക്കോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളകും, 1/2 ടീസ്പൂണോളം നല്ല ജീരകമാണ്, അതായത് ചെറിയ ജീരകം. ഇത് രണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് മൊരിയണ്ട, പൊട്ടുകയും വേണ്ട. ഒന്ന് ചൂടായ ഉടനെ തന്നെ എടുത്ത് മാറ്റാം. ഇനി നമ്മളിവിടെ മിക്സിയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളെടുക്കുന്നത് ഈ ഇടിയൊരലിലാണ്, അതായത് ചെറിയ ഇടിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നതിന് ഞാൻ ഇടിയൊരലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം കായ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാക്കിയെടുത്ത കുരുമുളകും നല്ല ജീരകവും ചേർത്ത് നമുക്കൊന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഈ ഉടച്ച തക്കാളിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ഇട്ട് കൊടുത്തത്. ഇത് ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് പാറ്റയുടെയൊക്കെ ശല്യമുള്ളതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് നമ്മുടെ ശർക്കര എടുത്ത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ഞാൻ ഇങ്ങനെ നെടുവേ പിളർന്ന് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ ഒരു 30 സെക്കൻഡോളം കൈ കൊണ്ടൊന്ന് നെവടിയെടുക്കണം. ഈ പച്ചമുളകും കുരുമുളകും, ഈ പച്ചമുളകിൻ്റെ എല്ലാ എരിവും ഇതിലേക്ക് ഇറങ്ങി ചെല്ലണം, പച്ചമുളകും കുരുമുളകും ഒക്കെ. ഇനി നമുക്ക് കുറച്ച് വാളംപുളി കഴുകി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി മാറ്റി വയ്ക്കാം. ഒരു പാനിനകത്തോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ സ്വന്തം കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കുക. ഒരു കുടം വെളുത്തുള്ളി, അതായത് നാടൻ വെളുത്തുള്ളി കുത്തിച്ചതച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അതുപോലെ 3 വറ്റൽമുളകും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയൊന്നും ഒരുപാട് മൊരിഞ്ഞു പോകരുത് കേട്ടോ. അതിൻ്റെ കളറൊക്കെ പോയാൽ അതിൻ്റെ സ്വാദ് വേറെ രീതിയിലായിപ്പോവും, ഒറിജിനൽ ടേസ്റ്റ് കിട്ടത്തില്ല. ഈ ഒരു പരുവത്തിൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്ന വീഡിയോ കട്ട് ചെയ്തപ്പോൾ പോയി കേട്ടോ. ഇത് ഒരുപാട് നമുക്കിങ്ങനെ നീട്ടമുള്ളൊരു ലോങ് വീഡിയോ ആയിരുന്നു. പക്ഷേ അത് കുറേശ്ശെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് പോയിൻ്റ് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ പിഴിഞ്ഞരിച്ച് വെച്ചിരുന്ന നമ്മുടെ വാളംപുളിയുടെ ചാറുണ്ടല്ലോ, അത് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. രസമായിട്ടില്ല, ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പും എരിയും പുളിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇത്ര ചേർക്കൂ എന്ന് പറഞ്ഞു കൊടുത്താൽ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ എരിവ്, നിങ്ങളുടെ പുളി ഇതൊക്കെയാണ് പാകം. അതുപോലെ ഞാൻ ഇവിടെ കുറച്ച് തിളച്ചുകൊണ്ടിരുന്ന വെള്ളം എടുത്ത്
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കും. കാരണം നമുക്ക് നല്ല തെളിനീര് പോലുള്ള രസമാണ് വേണ്ടത്. ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മല്ലിയിലയുടെ തണ്ട് കളയണ്ട. ഇതിന് നമ്മുടെ മല്ലിയിലയുടെ തണ്ട് അത്യാവശ്യമാണ് കേട്ടോ. നല്ലൊരു രുചിയാണ്. ഞാൻ വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാറ്റി വെച്ച നമ്മുടെ കുരുമുളകും നല്ല ജീരകത്തിൻ്റെയും പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദേ നോക്കിയേ, ഇപ്പം നമ്മുടെ രസമൊക്കെ ഉണ്ടല്ലോ ഏകദേശം പാകമായിട്ടുണ്ട്. നോക്ക്, ഇതൊരുപാട് ഇനി തിളപ്പിക്കരുത്. ഇനി തിളച്ചാൽ നമ്മുടെ രസം കൊള്ളത്തില്ല. ഇങ്ങനെ വേണം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന രസം. ഓക്കെ, ഇതൊരു വെറൈറ്റി രസമാണ്. ഇനി ലാസ്റ്റ് ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഒന്നുകൂടെ താളിച്ചു കൊടുക്കും. ആദ്യമേ നമ്മൾ താളിച്ചു കൊടുത്തതാണ്. താളിച്ചിട്ട് കടുകും ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റിയില്ലേ നമ്മൾ, കടുക് വെളുത്തുള്ളി എല്ലാം കൂടെ. അല്ലാതെ ഇനി ലാസ്റ്റ് നമുക്കൊരു ചെറിയൊരു താളിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമ്മുടെ രസം ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാകും. ഒരു പാനിനകത്തോട്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. ഈ നെയ്യെല്ലാം ഉരുകി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മിക്ക പെണ്ണുങ്ങൾക്കും, അതായത് മിക്ക സ്ത്രീകൾക്കും, വീട്ടമ്മമാർക്കും, അതായത് പാചകം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കറിവേപ്പിലയുടെ സ്വാദ് പ്രത്യേകം കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കും. അതുപോലെ തന്നെ ഈ രസത്തിനും സാമ്പാറിനുമൊക്കെ കായപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല സ്വാദാണ്. അതുമാത്രമല്ല നമ്മുടെ ആഹാരമൊക്കെ പെട്ടെന്ന് ദഹിപ്പിക്കാനും കായത്തിനൊരു കഴിവുണ്ട്. അങ്ങനെ നമ്മളിത് താളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളിത് താളിക്കുമ്പം നമ്മുടെ തക്കാളിക്ക് കളറില്ലെങ്കിൽ, കളർ വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ തക്കാളിക്ക് ഓൾറെഡി കളർ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പും പുളിയും എരിയും ഗുണവും മണവും ഒട്ടും കുറയ്ക്കാതെ അടിപൊളി തമിഴ്നാട്ട് രസം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തെളിനീര് പോലുള്ള രസമാണ് ഉണ്ടാക്കിയേക്കുന്നത്. നോക്കി, നല്ല സൂപ്പർ രസമാണ്. ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്നെ ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം ഈ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.